ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബൈക്കിംഗ് വിത്ത് യുജീൻ. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ റൊമേനിയൻ ട്രാവൽ ബ്ലോഗിന്റെ പാർട്ട് 3 ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് ബുക്കാറസ്റ്റിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ പോയി കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ പാലസ് ഓഫ് പാർലമെന്റ്സ് എന്ന് പറഞ്ഞൊരു വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ഉണ്ട്. ഇവിടുത്തെ ഒരു വലിയ ബിൽഡിംഗ്, അവിടെ പോകുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഓർത്തഡോക്സ് കത്തീഡ്രൽ ഉണ്ട്, അവിടെയും നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറെ പ്ലാൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ റെയിൻബോ കളേഴ്സിലുള്ള അംബ്രല്ലാസ് ഇങ്ങനെ മുകളിൽ കൂടെ തൂക്കിയിട്ടേക്കുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്, അംബ്രല്ല സ്ട്രീറ്റ് എന്ന് പറഞ്ഞ്, അവിടെ നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ സമയം അനുസരിച്ച് ഒരു ഫുട്ബോൾ മ്യൂസിയത്തിലും ചിലപ്പോൾ പോയേക്കാം. നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ്. അതുപോലെ തന്നെ ഫുട്ബോളിന്റെ ഹിസ്റ്ററി എല്ലാം പറയാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ട്രാവൽ പ്ലാൻ ഐറ്റനറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ അവസാനത്തെ പാർട്ട് 3 വ്ളോഗ് ഒട്ടും സമയം കളയാതെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളങ്ങനെ ഹോട്ടലിന് വെളിയിൽ ഇറങ്ങി ഈ പാലസ് ഓഫ് പാർലമെന്റിലോട്ടാണ് ആദ്യമേ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള സ്ട്രീറ്റിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. ഇവിടെ നല്ല രസമാണ് നമ്മുടെ റോഡുകളും അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് ഇതെല്ലാം കാണാൻ. നിങ്ങൾക്ക് ബാക്കി അങ്ങോട്ടുള്ള നടക്കുന്ന ഈ സ്ട്രീറ്റിൻ്റെ കാഴ്ചകളെല്ലാം ഇപ്പോൾ കാണാം. നമ്മളങ്ങനെ പാലസ് ഓഫ് പാർലമെന്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളതിൻ്റെ അകത്തോട്ട് പോകുന്നില്ല, കാരണം കുറേ നടക്കാനും ഉണ്ട്, നമുക്ക് അധികം സമയമില്ല. ഇന്ന് കുറേ സ്ഥലങ്ങളോട് ഇനിയും കാണാനുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഈ ബിൽഡിംഗ് ഫുൾ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പാലസ് ഓഫ് പാർലമെന്റ് ബുക്കാറസ്റ്റിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണ്. ഇത് 1984 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. അത് 13 വർഷം എടുത്തു പൂർത്തിയാക്കാൻ. അതുപോലെ 20,000 കൂടുതൽ ആൾക്കാർ വർക്കേഴ്സ് ഉണ്ടായിരുന്നതിന് വേണ്ടി. ഇതിനകത്ത് മോർ ദാൻ 1000 റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു മ്യൂസിയംസ് ആയിട്ടും ഇൻ്റർനാഷണൽ കോൺഫറൻസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതിനകത്ത് റൂംസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പാലസ് ഓഫ് പാർലമെൻറ്റ് ഓപ്പോസിറ്റാണ്, നിങ്ങൾ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സെൻറ്ററിലാണ്. ഇവിടെ എല്ലാം കുറേ ഗവൺമെൻറ് ബിൽഡിങ്സ് പോലത്തെ സ്ഥലങ്ങളാണ്, വേറെ കുറേ ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ, നിങ്ങൾക്ക് കാണാം. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് കാലാവസ്ഥ ഒന്ന് മാറി, മഴ പെയ്ത് തുടങ്ങി. പക്ഷേ ഇതിൻ്റെ അടുത്തുള്ള നമുക്ക് ഇനിയുള്ള ഓർത്തഡോക്സ് ഒരു കത്തീഡ്രലുണ്ട്, അങ്ങോട്ട് ഇനിയും പോവാം. ഇവിടുത്തെ ഈ ചേർച്ചിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് പറയുന്നത് പീപ്പിൾസ് സാൽവേഷൻ കത്തീഡ്രൽ എന്നാണ്. നമ്മളിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിപ്പോയി കാണാനുള്ളൊരു ഭാഗ്യമില്ലായിരുന്നു. പക്ഷേ ഈ ഓർത്തഡോക്സ് കത്തീഡ്രൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു കത്തീഡ്രൽ ആണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 15,000 കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് കൊള്ളാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് പോകാൻ പറ്റിയില്ല. എന്നാലും വെളിയിൽ നിന്നുള്ളൊരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ വെളിയിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചതിന് ശേഷം ഞാൻ
തിരിച്ച് എൻ്റെ ഹോട്ടലിരിക്കുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് നടക്കുകയാണ്. നമ്മളിനി കുറച്ച് നടക്കാനുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെയൊക്കെ കുറച്ച് വ്യൂ നിങ്ങളെ കാണിച്ചതിന് ശേഷം നമ്മൾ വീഡിയോയിൽ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. നമുക്കങ്ങനെ ശരിക്കും ഓർത്തഡോക്സ് പള്ളി കാണാൻ പറ്റിയില്ല, കാരണം അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇനി നമ്മൾ പോകാൻ പോകുന്നത്, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഫുട്ബോൾ മ്യൂസിയത്തിലേക്കാണ്. കാരണം നമുക്ക് അത്യാവശ്യം സമയമുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് നേരെ ആ മ്യൂസിയത്തിലേക്ക് പോകാം. അപ്പം ഞാനങ്ങനെ നടന്നിപ്പോൾ ചെന്നിരിക്കുന്ന ഇവിടുത്തെ ഫുട്ബോൾ മ്യൂസിയത്തിൻ്റെ മുൻവശത്താണ്. ഈ ഫുട്ബോൾ മ്യൂസിയം 2022 തൊട്ടാണ് ഇവിടെ തുടങ്ങിയത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനകത്ത് കുറേ നമ്മുടെ ഫുട്ബോൾ ഹിസ്റ്ററി, അതുപോലെ തന്നെ പ്ലേയേഴ്സ് ധരിച്ചിരുന്ന അവരുടെ ജേഴ്സി, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇവിടെ കൂടെ ഉള്ള വച്ചേക്കുന്ന സാധനങ്ങളിൽ ഒരു വിഷ്വൽ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ ഫുട്ബോൾ മ്യൂസിയത്തിൻ്റെ ഒരു റൂമിൽ നിൽക്കുകയാണ്. ഇവിടെ നമുക്കെല്ലാം കുറേ പ്ലേയേഴ്സിൻ്റെയൊക്കെ സൈൻ ജേഴ്സിയും അതുപോലെ തന്നെ ഒരു ഫുട്ബോൾ ഹിസ്റ്ററിയും കാണാൻ പറ്റും. അപ്പോൾ ഈ റൂമിൽ ഇങ്ങനത്തെ സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ അതുപോലെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂം കൂടെ ഉണ്ട്. നമുക്കവിടെ ഫുട്ബോൾ തൊഴിക്കാനും അങ്ങനത്തെ കുറച്ച് നല്ല എക്സൈറ്റിങ് കാര്യങ്ങളുണ്ട്. ഈ റൂം കണ്ടതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു ഫുട്ബോൾ കമൻട്രി പറയുന്ന ഒരു സെറ്റപ്പ് പോലത്തെ മുറിയാണ്. കാണാം ഇവിടെ നമുക്കൊരു ഹെഡ്ഫോൺ ഉണ്ട്. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിനൊക്കെ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ ഇതുപോലെ ഫോളോ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇവിടെ മാച്ച് കാണാം ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു ഓഡിയോയുടെ ഒരു സാധനമുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പം റെക്കോർഡാവുമായിരിക്കും അത്. അപ്പം നമുക്കൊരു കമൻട്രി ചെയ്യുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഇവിടുത്തെ. നമ്മളിപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ ഇൻട്രാക്റ്റീവ് റൂമിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് പോലെ ചെയ്യാൻ ഉള്ള സൗകര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഗോൾ അടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഈ ഫുട്ബോൾ മ്യൂസിയം. ഞാൻ ഉദ്ദേശിച്ചതിന് അത്രയും വലുപ്പം അങ്ങനെയൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റി. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് അംബ്രല്ല സ്ട്രീറ്റിൽ ഞാൻ പറഞ്ഞ ആ സ്ഥലത്തോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം.
അപ്പം നിങ്ങൾക്ക് കാണും ഞാനിപ്പോൾ അംബ്രല്ല സ്ട്രീറ്റിലാണ് ഇരിക്കുന്നത്, ഒരു കഫേയിൽ. ഇവിടെ ഒരു കഫേ ഉണ്ട്. ഇതിനകത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള റൊമേനിയൻ ഫുഡ് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമേ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് പാപ്പനാസി എന്ന് പറഞ്ഞ ഒരു സ്വീറ്റാണ്. അത് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഡിഷസും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ സ്വീറ്റ് ഈ കാണുന്നതാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തത് മീച്ചി എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇത്. അതായത് പൊട്ടാറ്റോ ഫ്രൈസ് കൂടാതെ ഒരു കെബാബ് പോലത്തെ ഒരു മീറ്റാണ് ഈ മീച്ചി എന്ന് പറയുന്നത്. ഈ അംബ്രല്ല സ്ട്രീറ്റിലുള്ള കഫേയുടെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം ഞാൻ ഈ മാപ്പ് നോക്കിയപ്പോൾ നമുക്ക് ഒരു മോണ്യുമെൻ്റ് ഇവിടെ വളരെ അടുത്തായിട്ടുണ്ടായിരുന്നു. റൊമേനിയൻ അഥേനിയം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് കാണാൻ നമ്മൾ പെട്ടെന്ന് വന്നതാണ്. അത് നല്ല ഭംഗിയുള്ളൊരു മോണ്യുമെൻ്റ് ആണ്. നിങ്ങൾക്ക് എൻ്റെ പുറയിൽ കാണാം, ഈ കാണുന്നത്. അതിൻ്റെയും കുറച്ച് വിഷ്വൽസ് നമുക്കിതുപോലെ വെളിയിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ബുക്കാറസ്റ്റിലെ ഒരു വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ലൊക്കേഷനാണ് ഈ അഥേനിയം എന്ന് പറയുന്നത്. ഇത് 1888 ഇത് ഓപ്പൺ ചെയ്തത്. ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഫ്രഞ്ച് ആർക്കിടെക്റ്റാണ് ആൽബർട്ട് ഗാലറോൺ. അപ്പോൾ ഇതൊരു കോൺസേർട്ട് ഹാളാണ് ബേസിക്കലി. ഇതിനകത്ത് 794 ആൾക്കാർക്ക് ഏകദേശം ഇരിക്കാൻ പറ്റുന്നതാണ്. യൂറോപ്പിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ക്ലാസിക്കൽ മ്യൂസിക് ഇവൻറ്റ്സ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് 1919 യൂണിഫിക്കേഷൻ ഓഫ് റൊമേനിയ നടന്നതും ഇവിടാണ്. അങ്ങനെ അഥേനിയം കണ്ടതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ അടുത്തൊരു പാർക്കുള്ളതായിട്ട് കണ്ടു. നമ്മൾ ദിവസം ഓൾമോസ്റ്റ് കഴിയാറായി, വൈകുന്നേരം സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇനിയുള്ള ഈ ടൈം ഈ പാർക്കിലൊന്ന് പോയി റിലാക്സ് ചെയ്താലോ എന്ന്. അപ്പോൾ ഈ പാർക്കിലൂടെ നടക്കുന്ന കുറേ വീഡിയോസാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത്. ഞാൻ മ്യൂസിക്കോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആ ഒരു നേച്ചറിൻ്റെ സൗണ്ടായിരിക്കും നിങ്ങൾ ഇനിയും കേൾക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മളങ്ങനെ അഥേനിയം കണ്ടതിന് ശേഷം അതിനടുത്തുള്ളൊരു വളരെ ഭംഗിയുള്ളൊരു പാർക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സിസ്മിഗുയി എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. വളരെ വിശാലമായൊരു പാർക്കാണ്. ഒത്തിരി നടക്കാനും ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ പാർക്കിൽ. അപ്പോൾ ഇവിടെ വെച്ചാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ റൊമേനിയൻ ട്രാവൽ വ്ളോഗിൻ്റെ പാർട്ട് 3 അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ബുഖാറസ്റ്റിലുള്ളത് കണ്ടു, നിങ്ങളെ ഈ വീഡിയോസിലൂടെ കാണിച്ചു. അതുപോലെ തന്നെ ഞാൻ നാളെയാണ് തിരിച്ച് ജർമ്മനിക്ക് പോകുന്നത് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ലാസ്റ്റായിട്ട് വന്നത് ഈ പാർക്കിലാണ്. കുറച്ച് നേരം ഈ ഭംഗിയും ഇതെല്ലാം കണ്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ച് ഹോട്ടൽ റൂമിൽ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ വേറെ ഒരു ട്രാവൽ വ്ളോഗായിട്ട് ഇനിയും കാണുന്നതും വരെ ഗുഡ് ബൈ.